ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ച് എങ്ങനെയാണ് ഷോൾഡറിൽ വ്യത്യാസം വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് ചെറിയ വ്യത്യാസങ്ങൾ ഷോൾഡറിൽ വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാവേ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ ബാക്ക് പോർഷന് വേണ്ട ക്ലോത്ത് രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ പേപ്പറിനെയും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുൾ ലെങ്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെയും ഷോൾഡറിൻ്റെ ഫുൾ ലെങ്ത് മുഴുവൻ നീളവും എത്രയാണ്. അപ്പം നമ്മളിപ്പം 16 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സാരി ബ്ലൗസിന് വരുമ്പം നമ്മളുടെ ഷോൾഡറിന് 16 ഇഞ്ചാണ് ടോട്ടൽ. നമ്മൾ ഒരു തോളിൽ നിന്ന് അടുത്ത നമ്മളുടെ തോളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 16 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ സാരി ബ്ലൗസിന് 2 ഇഞ്ച് കുറയ്ക്കും. അപ്പോൾ ഏതൊരളവുകാരും അവനവൻ്റെ അളവിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പം നമുക്ക് 14 ഇഞ്ചാണ് നമ്മളുടെ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ 16ൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 14 കിട്ടും. ഇനി 14 നമ്മളുടെ ഷോൾഡർ എങ്കിൽ 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പം നമുക്ക് 12 ഇഞ്ചെന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ മെത്തേഡ്. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുന്നത് നമുക്കൊരു സാരി ബ്ലൗസിൻ്റെ മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി ആം ഹോളിൻ്റെ ഭാഗവും വരയ്ക്കുന്നു. അതിനുശേഷം ഈ ഭാഗവും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു സാരി ബ്ലൗസിനെ മടക്കി വെച്ചിരിക്കുന്നത് പോലെ, രണ്ടായിട്ട് ബാക്ക് പോർഷൻ മടക്കി വെച്ചിരിക്കുന്നത് പോലെ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നെക്കിനുള്ള ഭാഗമാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ നെക്കിൻ്റെ ഡെപ്തിന് എഴുതാനുള്ള ഭാഗവും നമ്മളിവിടെ മാർക്ക് ചെയ്തിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭാഗവും നമ്മളിങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാവേ. നമുക്കിപ്പോൾ 16 ഇഞ്ചാണെങ്കിൽ ഷോൾഡർ ടോട്ടലെങ്കിൽ 2 ഇഞ്ച് കുറച്ച് 14 ഇഞ്ച്. അതിൻ്റെ 14ൻ്റെ പകുതി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പം നമുക്ക് 16 ഇഞ്ച് ഷോൾഡർ ഉള്ളയാൾക്ക് 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ 14 കിട്ടും. അതിൻ്റെ പകുതി 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട ടോട്ടൽ ഷോൾഡർ. നമ്മൾ മാർക്ക് ചെയ്യേണ്ട ടോട്ടൽ ഷോൾഡർ അതാണ്. ഇനി നമുക്ക് ഓരോ ഇഞ്ചുകൾ വ്യത്യാസം വരുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഷോൾഡറിൽ വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ 1 ഇഞ്ചാണ് നെക്കിന് ഡെപ്ത് കൊടുക്കുന്നത്. ബാക്ക് പോർഷനിലെ നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 1 ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഡെപ്ത് കൊടുക്കുന്നത്, അതായത് ആഴം കൊടുക്കുന്നത്, നെക്കിന് ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. നെക്കിൻ്റെ ഡെപ്ത് നമ്മളവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഷോൾഡർ 14 ഇഞ്ച്, അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ചെന്ന് കിട്ടും. ആ 7 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്, നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നെക്കിന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം 1 ഇഞ്ചാണ് നമ്മൾ ബാക്ക് പോർഷനിലെ നെക്കിന് ഡെപ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറിന്. ഇനി നമ്മൾ 2 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുക്കുന്നത്, അതായത് ഡെപ്ത് കൊടുക്കുന്നതെങ്കിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ നെക്കിന് ഇവിടെ ഷേപ്പും ചെയ്തേ. ഇനി നെക്കിന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ 14 ഇഞ്ചല്ലേ നമ്മളുടെ ഷോൾഡർ, അതിൽ നിന്ന് നമ്മൾ ഷോൾഡറിൻ്റെ 1/4 ഇഞ്ച് കുറച്ച് 13.25 ഇഞ്ച്. അപ്പോൾ 1/4 ഇഞ്ച് നമ്മളവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.9 അല്ലെങ്കിൽ 6.8 എടുത്താലും മതിയേ. അപ്പം നമുക്ക് 2 ഇഞ്ച് വരുമ്പോൾ നമ്മൾ 13.25 വരും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.9 കിട്ടും. നമ്മൾ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതായതുകൊണ്ട് നമ്മൾ 6.9 ഷോൾഡറിന് ലെങ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ സൈഡിൽ നിന്ന് ഒരു പോയിൻ്റ് മാറ്റി കൊടുക്കുന്നു, കുറച്ചിങ്ങോട്ട് മാറ്റി വരികയാണ് ചെയ്യുന്നത്. ഇനി 3 ഇഞ്ചാണ് നമ്മൾ ഡെപ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ 13.25 എന്നുള്ളത് 13.5 ആകും. മനസ്സിലായോ? 13.5 ആകും. എന്നിട്ട് ആ 13.5 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6.8 അല്ലെങ്കിൽ 7 എന്നുള്ളത്. അങ്ങനെ കിട്ടും. 3 ഇഞ്ചാണ് അപ്പം നമ്മുടെ ബാക്ക് പോർഷന് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇവിടെയും നമ്മൾ 6.8 എന്നുള്ള
അതിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരു പോയിൻ്റ് കുറച്ചിങ്ങോട്ട് മാർക്ക് ചെയ്യും. ഇനി 4 ഇഞ്ചാണ് വരുന്നതെങ്കിൽ 4 ഇഞ്ചാണ് നമ്മൾ ബാക്ക് പോർഷനിൽ ഡെപ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെയും 13.4 ആ 13.4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.7 ഇഞ്ചെന്ന് കിട്ടും. 6.6 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. ഇനി 4 കിട്ടും. അപ്പം നമ്മളിവിടെ നിന്ന് ഒരു പോയിൻ്റ് കൂടെ ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 1 ഇഞ്ച് കൂടെ ഡെപ്ത് കൊടുക്കുകയാണ്. 5 ഇഞ്ചാണ് നമ്മൾ ഡെപ്ത് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് 5 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം ആ ഭാഗം നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നെക്കിന് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവേ. ഇവിടെ നമ്മൾ 13.4 എന്നുള്ളത് 13 ഇഞ്ചായി മാറുവേ. അതിനുശേഷം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് 6.6 കിട്ടുവേ. അപ്പം നമ്മൾ 5 ഇഞ്ചാണ് ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി 6 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടേക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ 6 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 12.75 ആകുവേ. 12.75 എന്ന് വരുവേ. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.4 ലഭിക്കുവേ. 6.4 ലഭിക്കും. അപ്പം നമ്മൾ ഇവിടെ 6 ഇഞ്ചാണ് നമ്മൾ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സാധാരണ നമ്മൾ 7 ഇഞ്ച് 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെയാണ് സാധാരണ എല്ലാവരും ഡെപ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. 7 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നു. ഇവിടെ 12.5 ഇഞ്ചാകും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.3 ഇഞ്ചെന്ന്. അത് നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് ഷോൾഡറിൻ്റെ അളവ് ഇങ്ങോട്ട് കുറച്ചുകൂടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ഇനി നമ്മൾ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ അളവും നമ്മളിവിടെ കറക്റ്റായിട്ട് എഴുതി പോകുന്നുണ്ട്. സാധാരണ എല്ലാവരും 8 ഇഞ്ചാണ് ഒരു നോർമലായിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 12.4 വരും. അതിനെ നമ്മൾ 6.2 എന്നുള്ളത് വരും. ഇങ്ങനെ വരുമ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇത് അളവുകൾ കൊടുക്കുന്നതനുസരിച്ച് കുറയാനുള്ള കാര്യം പറയാവേ. ഇനി നമ്മൾ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 9 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇറക്കം കിട്ടുമേ ബാക്ക് പോർഷനിൽ. അപ്പം അതിനുശേഷം നമ്മൾ അതിനെ 4 ഇഞ്ച് കൂടെ കുറയ്ക്കുമ്പോൾ 12 ഇഞ്ചെന്ന് കിട്ടും. എന്നിട്ട് 6 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ വരാൻ കാര്യം നമ്മൾ ഈ ബാക്ക് പോർഷനിൽ ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഈ ക്ലോത്ത് 2 സൈഡിലേക്കും അങ്ങ് വലിയുവാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്കിൻ്റെ പോർഷൻ 2 സൈഡിലേക്കും നെക്കിന് ഡെപ്ത് കൂടുന്നതനുസരിച്ച് വലിയും. അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത്. ഇതാണ് ഷോൾഡറും നെക്കും തമ്മിലുള്ള വ്യത്യാസമേ. അപ്പോൾ അറിയാൻ വയ്യാത്തവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കിയാൽ മതിയേ. ആദ്യമായിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മെത്തേഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമേ. സാരി ബ്ലൗസിൻ്റെ ധാരാളം വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.